ഹായ്, എല്ലാ കൂട്ടുകാർക്കും സണ്ണി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മോഡൽ ടൊയോട്ട ഹൈറൈഡറിൻ്റെ ബേസ് വേരിയൻ്റ് ആണ്. 2024ലേക്ക് വന്നപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വന്നൊരു കമൻ്റായിരുന്നു ഹൈറൈഡറിൻ്റെ ബേസ് വേരിയൻറ്റ് റിവ്യൂ ചെയ്യാനായിട്ട്. പിന്നെ ടൊയോട്ട കുറച്ച് നാളായിട്ട് ഹൈറൈഡർ ബേസ് വേരിയൻറ്റിൻ്റെ ബുക്കിംഗ് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ബിക്കോസ് ബുക്കിംഗ് ഉള്ള വേരിയൻ്റൊക്കെ കൊടുത്തു തീർക്കാനായിട്ട് ഇപ്പോൾ വീണ്ടും റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരുവിധം എല്ലാ കളറുകളും അവൈലബിൾ ആണ്. എനിക്ക് നമ്മളുടെ ഗ്രാൻഡ് വിറ്റാറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് ഹൈറൈഡറിൽ ഈ ബേസ് വേരിയൻറ്റ് തൊട്ടേ നിങ്ങൾക്ക് ഈ ബ്ലാക്ക് കളർ അവൈലബിൾ ആണ്. 2024 മോഡൽ ഹൈറൈഡറിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ബേസ് വേരിയൻറ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ എക്സാക്ട് സെയിം ലുക്കാണ് ഈ വാഹനം തരുന്നത്. എസ്പെഷ്യലി ബ്ലാക്ക് കളർ ഇപ്പോൾ ഒരു പ്രീമിയം വാഹനത്തിൻ്റെ അതേ ലുക്ക് തരുന്നതാണ് ശരിക്കും ഈ ബ്ലാക്ക് കളർ. ആകെ ഒരു ഡിഫറൻസ് വരുന്നത് കുറച്ച് ഫീച്ചേഴ്സിന് മാത്രമാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ ക്യാമറയില്ല, മിററിൽ ക്യാമറയില്ല, റൂഫ് റെയിൽ വരുന്നില്ല. മറ്റെല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് ബേസ് വേരിയൻറ്റ് ടോപ്പ് എൻഡ് വരെ ടൊയോട്ട കൊടുത്തിരുന്നത്. എസ്പെഷ്യലി ലുക്കും ഫ്രണ്ടിലെ മറ്റേ ഡിസൈന് കാര്യങ്ങളും എല്ലാം എക്സാക്ട്ലി സെയിം ആണ് വരുന്നത്. ഇനിയും ഈ ബേസ് വേരിയൻറ്റിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ടോപ്പിലായിട്ട് ഒരു ഡ്യുവൽ ടൈപ്പിലുള്ള DRL കാണാം. അത് 10 ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. അത് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹാലജൻ ഹെഡ്ലൈറ്റുകളാണ് വരുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഫ്രണ്ടിൽ നമുക്കിവിടെ ഒരു സ്കിഡ് പ്ലേറ്റ് കാണാം. അതൊരു ബ്രഷ്ഡ് സിൽവർ അലുമിനിയം അല്ലെങ്കിൽ ബ്രഷ്ഡ് സിൽവർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതിന് കാണുന്ന ഈ ഒരു ക്രോം ഇൻസേർട്ട്, ഈ വശങ്ങളിൽ കാണുന്ന ക്രോം ഇൻസേർട്ട് എല്ലാം ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ ഹെഡ്ലൈറ്റിന് താഴെ കാണുന്ന ഈ ഒരു ചെറിയ ക്രോം ഇൻസേർട്ടും ഇതിനകത്ത് ആക്സസറി ആയിട്ട് കാണുന്നതാണ്. ഈ ഒരു ക്രോം ഇൻസേർട്ടും മാത്രമാണ് ശരിക്കും ഈ വാഹനത്തിൽ വരുന്നത്. മറ്റ് ക്രോം ഫിനിഷുകളെല്ലാം ഇതിനകത്ത് ആക്സസറി ചെയ്തിരിക്കുന്നതാണ്. ഈ വാഹനത്തിന് 205 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ടൊയോട്ട കൊടുത്തിരിക്കുന്നത്. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 17 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. 215 60R17 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ്. ഈ ബേസ് വേരിയൻ്റ് ഒരു വീൽ കപ്പ് മാത്രമാണ് വരുന്നത്. ഇപ്പോൾ ബേസ് വേരിയൻ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ ഹൈ റൈഡറിൻ്റെ ടയർ സൈസ് സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ടോപ്പ് എൻഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അലോയ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാകും. ഇനിയും നമുക്ക് ഈ ഒരു കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഇൻസേർട്ട് ഇത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. LED 10 ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ടോപ്പ് എൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അലോയ്സ് ഇല്ല, മുകളിൽ റൂഫ് റെയിൽസ് ഇല്ല. മറ്റെല്ലാ ഫീച്ചേഴ്സും സെയിം ആയിട്ടാണ് വരുന്നത്. ഈ ഒരു ഡോറിൽ കാണുന്ന ഡോർ ക്ലാഡിങ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലാസ് ഒരു UV പ്രൊട്ടക്ഷനുള്ള 30% ടിൽറ്റഡ് ഗ്ലാസ്സുകളാണ് വരുന്നത്. നമുക്ക് ഇതിനകത്ത് റെയിൻ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഇതും ആക്സസറി ആയിട്ട് കാണുന്നു. ക്രോം ഇൻസെർട്ടുള്ള റെയിൻ ഗാർഡാണ്. ടോപ്പിൽ നമുക്ക് ഷാർഫിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് ഇതിനകത്ത് വരുന്നത്. ഇതും ഒരു ഡോർ ഗാർഡ്, ഇതും ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ടൊയോട്ടയുടെ ബാഡ്ജിങ് കാര്യങ്ങളുള്ള. ഇനി ബാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ബാക്കിൽ നമുക്ക് ഒരു ടോപ്പ് എൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആകെയുള്ള ഡിഫറൻസ് ബാക്കിൽ നമുക്ക് വൈപ്പർ വരുന്നില്ല, റിവേഴ്സ് ക്യാമറ വരുന്നില്ല. പക്ഷേ ഇതിനകത്ത് ക്യാമറ ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ചെറിയൊരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. അതിൽ നമുക്കിവിടെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ഗ്ലാസ് ഡീഫോഗർ വരുന്നു. വാഷർ ആൻഡ് വൈപ്പർ കാര്യങ്ങൾ വരുന്നില്ല. അതിന് താഴെയായിട്ട് നമുക്ക് ടൊയോട്ടയുടെ ലോഗോ, ഈ ഒരു സിൽവർ ഫിനിഷ് ഇത് എല്ലാ വേരിയൻറ്റിലും നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു ഡിക്കി ക്രോം ഇത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് ഈ വേരിയൻ്റാണ് ബേസ് വേരിയൻറ്റ്. അതിൻ്റെ ഒരു നിയോ ഡ്രൈവ്, നമ്മുടെ മാരുതിയുടെ സ്മാർട്ട് ഡ്രൈവ് ടൊയോട്ടയിലേക്ക് നിയോ ഡ്രൈവ്, അതിൻ്റെ ബാഡ്ജിങ് കാണാം. ഇവിടെ അർബൻ ക്രൂസർ ഹൈഡ്രൈഡർ എന്ന് പറയുന്ന ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ഇത് നമുക്ക് നമ്മളുടെ ബാക്കിൽ DRL ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഇവിടെയായിട്ടാണ് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ ഇവിടെ നമുക്ക് ഹാലജനായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു. അതിന് താഴെ നമുക്ക് റിവേഴ്സ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ട് ഹാലജനും ഈ ഒരു യൂണിറ്റ് ഫുള്ള് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ ഇത് വെറും റിഫ്ലക്ടേഴ്സ് മാത്രമാണ്. ബാക്കിൽ നമുക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിൽ ഈ കാണുന്ന ഒരു സിൽവർ ഫിനിഷ് ഇതിനകത്ത് വരുന്നതാണ്, ആക്സസറി ആയിട്ട് ചെയ്തതല്ല. ഇനി നമ്മൾക്ക് ഇതിനകത്ത് ഒരു റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട് വിത്ത് മ്യൂസിക് സിസ്റ്റം. അതിൻ്റെ ഒരു ക്യാമറ ലെൻസ് കാണാം. നമുക്കിനി ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പ്രോപ്പറായി ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഒരു ഹാൻഡിൽ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഒരു 365 ലിറ്ററിൻ്റെ മാസീവായിട്ടുള്ള ഒരു ബൂട്ടാണ് ശരിക്കും ഹൈറൈഡറിന് വരുന്നത്. ബേസ് വേരിയൻറ്റിൽ തന്നെ ബൂട്ടിൽ വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 60/40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള സീറ്റുകളാണ് വരുന്നത്. ലോഡിംഗ് ലിപ്പ് കാര്യങ്ങളൊന്നുമില്ല, ഫ്ലാറ്റ് ബോർഡാണ് വരുന്നത്. അതുകൊണ്ട് സാധനങ്ങൾ കയറ്റി വയ്ക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മൾ സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം സൈസായിട്ടുള്ള സ്പെയർ വീൽ തന്നെയാണ് ഇത് എല്ലാ വേരിയൻറ്റിലും ടൊയോട്ട ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക്
ഇൻറ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട്, ബേസ് വേരിയൻ്റ് ആയിരുന്നിട്ട് കൂടി. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ളി ബ്ലാക്ക് കളറിലുള്ള ഇൻറ്റീരിയറാണ് വരുന്നത്. ശരിക്കും ഒരു പ്രീമിയം ഫീൽ വരുന്ന ഒരു ഇൻറ്റീരിയറാണ് ശരിക്കും ഹൈ റൈഡറിന്. അതിനകത്ത് നമുക്ക് ഇവിടെ ഒരു ബ്രഷ്ഡ് അലൂമിനിയത്തിൻ്റെ ഒരു ഫീൽ കൊടുത്തിരിക്കുന്നു. ആ സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ആ ബ്രഷ്ഡ് അലൂമിനിയം കാണാം. ബാക്കി കംപ്ലീറ്റ്ലി ബ്ലാക്ക് കളറാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഇനിയും ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് ഫുള്ളി ബ്ലാക്ക് കളറിലാണ് വരുന്നത്. നമുക്ക് ഇവിടെ മാത്രം ഒരു അലൂമിനിയം ഫീൽ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ക്രോം ഇൻസൈഡിൽ കാണാനായിട്ട് പറ്റും. നമുക്ക് 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ബേസ് വേരിയൻ്റ് വരുന്നുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇതിൽ ഇപ്പം മ്യൂസിക് സിസ്റ്റം ആക്സസറീഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സ്പീക്കർ ഗ്രില്ല് നമുക്ക് കാണാം. നമുക്കിവിടെ ഒരു സ്റ്റീൽ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്സസറീഡ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് ഹൈ റൈഡറിൻ്റെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സീറ്റ് എല്ലാം ഒരു ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ബ്ലാക്ക് കളർ ഫാബ്രിക്സ് ആണ്. അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇത് മാനുവൽ വേരിയൻ്റ് ആണെങ്കിലും ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കൊടുത്തിരിക്കുന്നു. നമുക്കിവിടെ ഹുഡ് ഓപ്പൺ ചെയ്യാനും ഫ്യൂൽ ലൈറ്റ് ഓപ്പൺ ചെയ്യാനും താഴെ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമുക്കിവിടെ എഞ്ചിൻ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ബട്ടൺ കാണാനായിട്ട് പറ്റും. ഈ ഒരു AC വെൻസിന് ചുറ്റും എല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ റൈഡറിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലോഗോ ക്ലോസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്രാൻഡ് വിറ്റാറയുടെ അതേ ഇൻറ്റീരിയർ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആ കളർ ടോണിൽ ചെറിയൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഒരു പ്രീമിയം ലുക്കൊക്കെ തരുന്ന ഒരു ഇൻറ്റീരിയറാണ്. ഇനി മറ്റ് ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വീല് മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ബേസ് വേരിയൻ്റ് തൊട്ട് നമുക്ക് മ്യൂസിക്കിൻ്റെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. ഫോണിൻ്റെ കൺട്രോൾസ് ഒന്നും വരുന്നില്ല. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനും ടെലസ്കോപ്പിക് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് താഴെയുള്ള ഒരു അലുമിനിയം ഫിനിഷ് എല്ലാം തരുന്ന ഒരു റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ലെതർ റാപ്ഡ് എന്നുള്ള നോർമൽ സ്റ്റിയറിംഗ് ആണ്. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പർ അങ്ങനെ ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൊയോട്ടയുടെ മറ്റ് പല വാഹനങ്ങളിലും കണ്ടുവന്ന സെയിം യൂണിറ്റ് തന്നെയാണ്. RPM മീറ്ററും സ്പീഡോമീറ്ററും നമുക്ക് അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്ക് 4.2 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിയോ ഡ്രൈവിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് കാണാം. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ ആ മീറ്ററിൽ തന്നെ നീഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്റ്റൻസ് ടു എംപ്റ്റി, ആവറേജ് ഫ്യൂവൽ, എത്ര ഫ്യൂവൽ നമ്മൾ നിയോ ഡ്രൈവിൽ സേവ് ചെയ്തു, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ആ മീറ്ററിൽ നിന്ന് തന്നെ അറിയാനായിട്ട് പറ്റും. അതിനകത്ത് ഫ്യൂവൽ ഗേജും നമ്മുടെ എഞ്ചിൻ ടെമ്പറേച്ചറും അനലോഗായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബേസ് വേരിയൻറ്റിൽ ശരിക്കും മ്യൂസിക് സിസ്റ്റം വരുന്നില്ല. ഇതൊരു 10 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം ഷോറൂമിൽ നിന്ന് തന്നെ ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസും ക്ലാരിറ്റിയൊക്കെയുള്ള മ്യൂസിക് സിസ്റ്റമാണ്. അതിനകത്ത് ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ക്രോം, നമ്മളുടെ മാപ്പ്, യൂട്യൂബ്, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് 4 സ്പീക്കറോട് കൂടിയ സിസ്റ്റമാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. നല്ല ക്ലാരിറ്റി ഉള്ളൊരു മ്യൂസിക് സിസ്റ്റം തന്നെയാണ്. ഇതിനകത്ത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു റിവേഴ്സ് ക്യാമറയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിസിബിൾ ആയിട്ടുള്ള അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോടുകൂടി ഒരു ക്യാമറയും കൂടിയും അതിനകത്ത് വരുന്നുണ്ട്. ഇനി അതിന് താഴെയായിട്ട് നമുക്കിവിടെ AC വെൻസ് കാണാം. അതിനകത്തൊരു ക്രോം സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കും. നമുക്ക് ഹസാർഡ് ലൈനിൻ്റെ ബട്ടൺ. അതിന് താഴെയായിട്ട് നമുക്ക് നമ്മുടെ ടൊയോട്ടയുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ഒരു സെയിം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റ്. ബേസ് വേരിയൻ്റ് തൊട്ട് AC ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. അതിന് താഴെ നമുക്കിവിടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കാണാം. നമുക്ക് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, നമ്മുടെ സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ഇത് നിയോ ഡ്രൈവിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്കിവിടെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇവിടെ USB-യുടെ ഓപ്ഷൻ ഒന്നും വരുന്നില്ല. അത് നെക്സ്റ്റ് വേരിയൻ്റ് തൊട്ടേ വരുന്നുള്ളൂ. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ ഗിയർ ലിവർ കാണാം. അതൊരു ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. എനിക്ക് ഇതെങ്കിലും ഒരു ചെറിയൊരു ക്രോം അല്ലെങ്കിൽ നമ്മുടെ സിൽവർ കളറൊക്കെ വന്നിരുന്നത് കാണാൻ കുറച്ചുകൂടി ഫീൽ തന്നെയാണ്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. അതിന് താഴെയായിട്ട് നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. 2 ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള സ്മാർട്ട് കീ ആണ് ഉൾപ്പെടുത്തിയത്. ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ ഓപ്ഷൻ മാത്രമാണ് വരുന്നത് അതിനകത്ത്. നമ്മൾ ആദ്യം പറഞ്ഞ 2 കപ്പ് ഹോൾഡേഴ്സ്. ബേസ് വേരിയൻ്റ് തൊട്ട് നമുക്ക് സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട്. അത് സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള ഒരു സെൻറ്റർ ആംറസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസും ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നല്ല കംഫർട്ടായിട്ടുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റുകളാണ്. നമ്മൾ ശരിക്കും നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള സീറ്റുകളാണ് വരുന്നത്. ബേസ് വേരിയൻ്റ് തൊട്ടേ നമുക്ക് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സൈഡിൽ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ളൊരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെൻറ്റർ IRVMs, മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് റീഡിംഗ് ലൈറ്റ് 2 വരുന്നു. അത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിലെ സൺവൈസസ് വരുന്നു. അതിലും നമുക്ക് മിറർ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഗ്ലോ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സൈസായിട്ടുള്ള ഒരു ചെറിയ ഗ്ലോ ബോക്സ്. ഈ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ USB കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻസിൻ്റെ ഒരു
ഔട്ടും നമുക്ക് ഈ ഗ്ലോ ബോക്സിലേക്ക് അവർ കൊടുത്തിട്ടുണ്ട്. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു സാധാ ഗ്ലോ ബോക്സ്. ഇനി ഈ വാഹനത്തിൻ്റെ ബാക്കി യാത്രക്കാരുടെ കംഫർട്ട് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്, അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ എളുപ്പമായിരിക്കും. ഇനിയും ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റ് തൊട്ടിട്ട് നമുക്ക് പവർ വിൻഡോയുടെ കൺട്രോൾ കാണും. ഡോർ ഹാൻഡിൽസ് എല്ലാം ക്രോം ഇൻസൈഡിൽ വരുന്നു. ഇവിടെ എല്ലാം ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ നമ്മുടെ സ്പീക്കർ ഗ്രില്ല് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നു. ഇവിടെ ഒരു സ്റ്റീൽ ഗാർഡ് ഇത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും വരുന്നു. സെൻറ്റർ പാസഞ്ചർ ഇല്ല എങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സെൻറ്റർ ആംറെസ്റ്റ് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡറോട് കൂടി. ഇപ്പോൾ ഒരു പാസഞ്ചർ ഇല്ല, ഈ ആംറെസ്റ്റ് ഇങ്ങോട്ട് വരാണ്ടിരിക്കാനായിട്ട് നമുക്കിവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കാനായിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടിയും ടൊയോട്ട ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഐസോഫിക്സ് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷനും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്കി പാസഞ്ചേഴ്സിന് നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചാർജിംഗ് പോർട്ട് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അതിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ബാക്കിലെ ഫ്രണ്ടിലെ സീറ്റ് ഇപ്പോൾ എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ശരിക്കും സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്, അതുകൊണ്ട് നല്ല രീതിയിലുള്ള നീ റൂം നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അത് പറയേണ്ട ഒരു കാര്യമാണ്, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം നമുക്ക് വരുന്നുണ്ട്. നമ്മൾ ആ ഒരു ഗ്രാൻഡ് വിറ്റാറയിൽ കണ്ട ഒരു സെയിം ഹെഡ് റൂം തന്നെ നമുക്ക് ഈ വാഹനത്തിൽ കിട്ടും. അത്യാവശ്യം വൈഡായിട്ടുള്ള ബാക്ക് സീറ്റാണ്. 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. പക്ഷേ സെൻറ്ററിൽ ഇരിക്കുന്ന ആൾ കുറച്ച് ഹൈറ്റിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഹെഡ് റൂം കുറച്ചൊരു കുറവ് ഇതിനകത്ത് ഫീൽ ചെയ്യും, സെൻറ്ററിലിരിക്കുന്ന പാസഞ്ചറിന് മാത്രം. ഇനി നമുക്കിവിടെ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. 2 പേർ പാസഞ്ചേഴ്സ് ഇൻഡിവിജ്വൽ റീഡിംഗ് ലൈറ്റ് 2 വശത്തും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഇവിടെ ഗ്രാബ് ഹാൻഡിലിൻ്റെ കൂടെ നമുക്കൊരു ഹുക്കും കൂടെ വരുന്നുണ്ട്. ഹൈ റൈഡറിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബേസ് വേരിയൻറ്റ് നമുക്ക് 2 എയർ ബാഗാണ് വരുന്നത്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്ക്, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ ടൊയോട്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഹൈ റൈഡറിൻ്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് നോക്കുകയാണെങ്കിൽ ഈ ബേസ് വേരിയൻറ്റിൽ നമ്മളുടെ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ മാത്രമാണ് വരുന്നത് വിത്ത് നിയോ ഡ്രൈവ്. ആൻഡ് ബേസ് വേരിയൻറ്റ് ഒള്ളി മാനുവലിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 21 km/ലിറ്റർ ആണ്. റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഹൈ റൈഡറിൻ്റെ ബേസ് വേരിയൻറ്റിന് 15 തൊട്ട് ഒരു 16 വരെയൊക്കെ ആവറേജ് മൈലേജ് ലഭിക്കുന്നുണ്ട്. ഞാൻ ഹൈ റൈഡറിൻ്റെ ഒരു ഫുള്ളി ആക്സസറീസ് ചെയ്തൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിരുന്നു. ആ ഇക്ക ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ആൾക്ക് ഇപ്പോഴും ഏകദേശം ഒരു 15-16 അടുത്ത് മൈലേജ് ലഭിക്കുന്നുണ്ട്. ഇനി 2024 വന്നപ്പോൾ ഹൈ റൈഡറിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബേസ് വേരിയൻറ്റ്, നിങ്ങൾ ഈ കാണുന്ന ബേസ് ബ്ലാക്ക് കളർ വേരിയൻറ്റ് നിങ്ങൾക്ക് ഓൺ റോഡ് 13,29,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹൈ റൈഡറിൻ്റെ ബേസ് വേരിയൻറ്റ് ബുക്കിംഗ് ടൊയോട്ട നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ കളറുകളും റെഡി അവൈലബിൾ ആണ്. എനിക്കൊന്ന് വൈറ്റൊക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെഡി സ്റ്റോക്ക് തന്നെ അവൈലബിൾ ആയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മറ്റ് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. അപ്പോൾ ഈ ബേസ് വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 13,29,000 രൂപ. എക്സ്ഷോറൂം 11,14,000 രൂപയാണ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 13,29,000 രൂപ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂവേഴ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടൊയോട്ട റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എറണാകുളത്തുള്ള കൈരളി ടൊയോട്ടയുടെ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പോൾ ബേസ് വേരിയൻറ്റ് ഹൈ റൈഡർ ബുക്ക് ചെയ്യാനാണെങ്കിലും മറ്റ് ഏത് ടൊയോട്ട കാർ ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.